രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്ത് നിന്ന് പലായനം ചെയ്തപ്പോൾ ഈ രാജ്യത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ എല്ലാം ഭൂമി എങ്ങനെയാണ് വഖഫ് ബോർഡിൻ്റെതായി മാറുന്നത്? പാകിസ്ഥാനിൽ നിന്ന് ഈ രാജ്യത്തേക്ക് ഹിന്ദുക്കൾ ഇങ്ങോട്ട് പലായനം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ഭൂമിയെല്ലാം മറ്റേതെങ്കിലും ദേവസ്വം ബോർഡിനാണോ കിട്ടിയത്? അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല. ഈ രാജ്യത്ത് സംഘടിതമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് നിന്ന് ഒരു വിഭാഗം പലായനം ചെയ്താൽ ആ ഭൂമി സർക്കാരിന്റെ കയ്യിലേക്കാണ് വരേണ്ടത്. രാജ്യത്ത് രൂപീകരിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞല്ലോ 1900 ഞാൻ കേട്ടുകൊണ്ടിരുന്നല്ലോ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇടക്കേറി പ്രതികരിച്ചിട്ടില്ല. ഞാൻ എന്റെ അവസരത്തിലാണ് സംസാരിക്കുന്നത്. 1996 വഖഫ് നിയമം വരുന്നത് വരെ 5 ലക്ഷം ഏക്കറാണ് രാജ്യമെമ്പാടും ഉണ്ടായിരുന്നെങ്കിൽ ഈ വഖഫ് നിയമം വന്നതിന് ശേഷം കഴിഞ്ഞ 20-30 വർഷം കൊണ്ട് വഖഫ് ഭൂമി 10 ലക്ഷത്തിൽ ഏക്കറിലേക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ ഈ പറഞ്ഞ പ്രതിരോധ സംവിധാനവും റെയിൽവേയും കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ഭൂമിയുള്ളത് വഖഫിന് കീഴിലാണ്. അപ്പോൾ എങ്ങനെയല്ല ഈ വസ്തുവകകൾ വന്നു ചേർന്നതെന്ന് പറയുമ്പോൾ അത് വഖഫ് പ്രകാരം അവരെന്ത് ചെയ്തതാണ്? കീഴ്പ്പെടുത്തിയതാണ്. വഖഫിന്റെ നിയമങ്ങളിലൊന്നും സിവിൽ കോടതിയുടെ നിയമങ്ങൾ ബാധകമല്ല. വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ ഉള്ളൂ. അവിടെയുമുണ്ട് പ്രശ്നം. അവിടെ കോടതിയിലേക്ക് പോയാൽ അത് വഖഫ് അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കോ ട്രസ്റ്റിനോ ഒക്കെയാണ്. സാധാരണഗതിയിൽ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് മതവിശ്വാസികളെല്ലാവരും കൂടിച്ചേരുമ്പോൾ അതെല്ലാം ഈ രാജ്യത്ത് ട്രസ്റ്റ് നിയമങ്ങളുണ്ടല്ലോ. ആ ട്രസ്റ്റ് നിയമങ്ങളിലേക്ക് എന്താ കൊണ്ടുവരാൻ കഴിയാത്തത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു കിരാതക നിയമത്തിലാണ് കോൺഗ്രസ് സർക്കാർ ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. ഈ രാജ്യത്തെ ഇങ്ങനെ ഭൂസ്വത്തുക്കളെല്ലാം വഖഫ് ബോർഡ് കൊള്ളയടിക്കുകയാണ്. ഞാൻ ഒരിക്കലും മുസ്ലിം സമുദായം കൊള്ളയടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് മുസ്ലിം സമുദായങ്ങളുടെ അടക്കം ഭൂമിക്ക് മേൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളിടത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു പ്രശ്നം വഖഫ് തന്നെയാണ്. അവിടെയും അവരുടെ ഭൂമിക്ക് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്നു. അവരുടെ അടക്കം കിടപ്പാട് നഷ്ടപ്പെടുന്ന സാഹചര്യം രാജ്യത്തുണ്ട്. ഞാൻ പറഞ്ഞുള്ളത് ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ ഭൂമിക്ക് മാത്രമല്ല മുസ്ലിങ്ങളുടെ ഭൂമിക്ക് പോലും വഖഫ് അനുവാദം ഉന്നയിക്കുകയാണ്. വഖഫിന്റെ കീഴിലുള്ള ഭൂമികളെല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കാറൊന്നുമില്ല. അതൊക്കെ ഒരു പൗരോഹിത്യത്തിന് കീഴിൽ വഖഫിന് കീഴിലാണ് രൂപീകരിക്കപ്പെടുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒട്ടനവധി പേർക്ക് തങ്ങളുടെ ഭൂമി ഇതുപോലെ നഷ്ടമായിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ എല്ലാവരും ഓർക്കണം.